വെൽക്കം ടു ട്രൈഡൂട്ട്. നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം. അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. വൺ ഡേ ചാർട്ടിലോട്ട് നോക്കിയാൽ കാണാം മാർക്കറ്റ് മുകളിൽ നിന്നൊരു ട്രെൻഡ് ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ആ ട്രെൻഡ് ലൈനെ കറക്റ്റ് ആയിട്ട് റെസ്പെക്ട് ചെയ്ത് ഓരോ തവണയും സപ്ലൈ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് നല്ലൊരു സപ്ലൈ നടന്നിരുന്നു, ഇവിടെ നിന്ന് നടന്നിരുന്നു, വീണ്ടും ആ ഏരിയയിലേക്ക് വന്നിട്ടുണ്ട്. വീണ്ടും ഏരിയയിലേക്ക് വന്നിട്ട് സപ്ലൈ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ചെയ്തിട്ട് ചെറുതായിട്ടൊരു പൊടിക്ക് താഴോട്ട് വന്നിട്ട് വീണ്ടും മുകളിലോട്ട് പോയി വീണ്ടും താഴോട്ടേക്ക് വരാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. അങ്ങനെ താഴോട്ടേക്ക് വരികയാണെങ്കിൽ മാർക്കറ്റ് വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഇവിടെയുള്ള ഒരു FEGയിലാണ്. ആ ഒരു FEGയെ നമ്മൾ മാർക്ക് ചെയ്തിടുന്നുണ്ട്. നമ്മൾ ലോ ടൈം ഫ്രെയിമിലേക്ക് പോകുമ്പോൾ കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. ഈ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ഇത്രയാണ് വൺ ഡേ ചാർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. മാർക്കറ്റ് ഈ ലെവലിലേക്ക് വന്നിട്ട് ഒരു പക്ഷേ സപ്പോർട്ട് എടുത്ത് മുകളിലോട്ടോ അല്ലെങ്കിൽ ലെവൽ ബ്രേക്ക് ചെയ്ത് വീണ്ടും താഴോട്ട് വരാനാണോ സാധ്യത കാണുന്നത്. ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകേണ്ടതുണ്ട് കൂടുതൽ അനാലിസിസിന്. അതിനു മുന്നേ ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ഇന്നൊരു പ്രധാനപ്പെട്ട ന്യൂസ് വരുന്ന ദിവസമാണ്. ഇന്ത്യൻ സമയം രാത്രി 11:30 USDയിൽ വരുന്നത്. FOMC മീറ്റിംഗ് മിനിറ്റ്സ് ആണ് വരുന്നത്. അതിന്റെ പ്രീവിയസോ ഫോർകാസ്റ്റോ ആക്ച്വലിയോ ഒന്നും നമുക്ക് ഇപ്പൊ കിട്ടില്ല. അതൊരു റിപ്പോർട്ടായിട്ടാണ് വരിക. അപ്പൊ ആ ന്യൂസ് വന്നതിന് ശേഷം മാത്രം എന്താണ് സംഭവിക്കുന്നത്, മാർക്കറ്റിൽ എന്താണ് സംഭവിക്കുന്നത് എന്നതിന് നോക്കിയതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ എല്ലാവരും ശ്രമിക്കുക. ഇനി നമുക്ക് ചാർട്ടിലോട്ട് പോയിട്ട് കൂടുതൽ അനാലിസിസ് ചെയ്യാം. ചാർട്ടിലോട്ട് വരുന്ന സമയത്ത് റെസിസ്റ്റൻസ് ഏരിയയും സപ്പോർട്ട് ഏരിയയും മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഏറ്റവും മുകളിൽ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട്. അതിന്റെ പ്രൈസ് റേഞ്ച് നോട്ട് ചെയ്യാം. 3350.022, 3336.516. പിന്നെ ഇവിടെയുള്ള റെസിസ്റ്റൻസ് ഏരിയ 3319.725, അതുപോലെ 3307.680. ഇനി മറ്റൊരു സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്ന ഈ ലെവലാണ്. ഈ ലെവലിലേക്ക് മാർക്കറ്റ് ഇന്നലെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഒരിക്കൽ കൂടി നമ്മൾ ആ ലെവലിനെ സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതിന്റെയും പ്രൈസ് റേഞ്ച് ഒന്ന് നമുക്ക് നോക്കാം. 3286.509 ആൻഡ് 3273.369. അതിന്റെ താഴെയുള്ള സപ്പോർട്ട് 3250.738, 3235.772. അതിന്റെ താഴെ 3215.696. അതിന്റെ താഴെ 3201.096. അതിന്റെ താഴെ 3175.179. അതുപോലെ 3190.510 ആണ് കാണിക്കുന്നത്. 1 അവറിന്റെ പ്രധാനപ്പെട്ട സപ്പോർട്ടിംഗ് ഏരിയാസ് ആണ് നമ്മളിവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോയിട്ട് എന്തെങ്കിലും എൻട്രി സാധ്യതകൾ ഉണ്ടോ എന്നുള്ളത് നോക്കാം. 50 മിനിറ്റ്സിലോട്ട് പോകുന്ന സമയത്ത് നോക്കിയാൽ കാണാം ഒരു ട്രെൻഡ് ലൈൻ ഇവിടെ നിന്ന് ബിൽഡ് ചെയ്ത് പോയിട്ടുണ്ട്. ആ ഒരു ട്രെൻഡ് ലൈനിലേക്കാണ് ഇപ്പോൾ മാർക്കറ്റ് വന്നിരിക്കുന്നത്. ആ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്യുകയാണെങ്കിൽ ഒന്ന് കുറച്ച് താഴോട്ടേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതായത് മാർക്കറ്റ് ഇവിടെ നിന്ന് താഴോട്ടേക്ക് ഇറങ്ങി ഈ ഒരു ലെവലിലേക്ക് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. ഒരുപക്ഷെ ഇവിടേക്കായിരിക്കും എത്തുന്നത്, അല്ലെങ്കിൽ കുറച്ച് താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ഈ ലെവലിലേക്ക് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. ആ ലെവലും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വളരെ പ്രധാനപ്പെട്ട ലെവലാണ് ഈ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത്. കാരണം ഇവിടെ വലിയൊരു FEGs ഉള്ളതാണ്. ഈ രണ്ട് ലൈനിന്റെ ഉള്ളിലും FEG ഉള്ളതാണ്. അപ്പോൾ അവിടേക്ക് വന്നു കഴിഞ്ഞ് ഒരുപക്ഷെ മാർക്കറ്റ് നല്ലൊരു കൺഫർമേഷൻ കിട്ടി കഴിഞ്ഞാൽ വീണ്ടും മുകളിലോട്ട് പോകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പൊ ഒരു സെൽ എൻട്രി സാധ്യത എന്ന് പറയുന്നത്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൽ തന്നെ ഈ ഒരു ലെവല്, അതുപോലെ ഇവിടെ, അതുപോലെ ഇവിടേക്കൊക്കെ ഇറങ്ങുന്ന സമയത്ത് മാർക്കറ്റ് നല്ലൊരു കൺഫർമേഷൻ തരികയാണെങ്കിൽ വീണ്ടും മുകളിലോട്ട് തന്നെ പോകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആണ്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ നിൽക്കുന്ന ലെവലിൽ നിന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള ഒരു സാധ്യത കൂടിയും കാണുന്നുണ്ട്. നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ തന്ന് ഇതിന്റെ മുകളിൽ, അതായത് ഈ ഒരു റെസിസ്റ്റൻസിന്റെ മുകളിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ലെവലാണ്.
ഈ ഒരു ലെവൽ, അതായത് ഈ റെസിസ്റ്റൻസ് ലെവലാണ്. ആ റെസിസ്റ്റൻസ് ലെവലും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ്. ഈ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആ ഒരു ഏരിയയുടെ പ്രൈസും കൂടി നമുക്ക് മാർക്ക് ചെയ്തിടാം. 50 മിനിറ്റ്സിന്റെ ആയതുകൊണ്ട് ഒന്ന് കളർ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ആ ഏരിയയുടെ പ്രൈസ് 3367.715, അതുപോലെ 3360.472 ആണ്. അവിടേക്ക് മാർക്കറ്റ് എത്താനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടേക്ക് എത്തുന്ന സമയത്ത് നോക്കിയാൽ കാണാം അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ളതാണ്. മാർക്കറ്റ് കുറേ നേരം ഇവിടെ നിന്നതിന് ശേഷമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരുപക്ഷെ മാർക്കറ്റ് ഇവിടേക്ക് വന്നതിന് ശേഷം ചിലപ്പോൾ ഒരു ഫേക്ക് ബ്രേക്ക്ഔട്ട് ഒക്കെ തരാം. ഇതിന് മുകളിൽ പോയിട്ട് വീണ്ടും ചിലപ്പോൾ ഒന്നുകൂടി താഴോട്ടേക്ക് ഇറങ്ങി വന്ന് ഒരു സപ്പോർട്ട് എടുക്കാൻ വീണ്ടും സാധ്യതയുണ്ട്. ഇവിടെ നിന്ന് വീണ്ടും ഒന്ന് താഴോട്ടേക്ക് വന്ന് വീണ്ടും ഈ ലെവലിലേക്ക് സപ്പോർട്ട് എടുക്കാൻ സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്തിട്ട് ചിലപ്പോൾ വീണ്ടും മുകളിലോട്ട് പോവാം. ഇന്നത്തെ പ്രധാനപ്പെട്ട ലെവലുകൾ വരച്ചു വെച്ചിട്ടുണ്ട്. ഓരോ ലെവലിലേക്ക് എത്തുന്ന സമയത്ത് മാർക്കറ്റ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കിയതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. ബ്ലൈൻഡ് ആയിട്ട് എടുക്കരുത്. മാർക്കറ്റ് ഇപ്പോഴും ഒരു ബുള്ളിഷ് മൂഡിൽ തന്നെയാണ്. എന്നിരുന്നാലും നല്ലൊരു സപ്പോർട്ട് എടുക്കേണ്ട ആവശ്യമുണ്ടെന്നാണ് ഇപ്പോൾ കാണുന്നത്. ഒരുപക്ഷെ സപ്പോർട്ട് എടുക്കാൻ വേണ്ടി ചിലപ്പോൾ കുറച്ചും കൂടി നേരത്തെ പറഞ്ഞ പോലെ ഈ ലെവലിലേക്കൊക്കെ എത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് പേഷ്യൻസോട് കൂടി വെയിറ്റ് ചെയ്തിരിക്കുക. അല്ലെങ്കിൽ ഈ ഒരു ഇതിന്റെ മുകളിൽ പോയതിനു ശേഷം മാത്രം ബൈ നോക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയി ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.